വെൽക്കം ബാക്ക് ടു ഷാഹിൻസ് കിച്ചൻ. ഇന്ന് ഗ്രനോല ചെയ്യാം നമുക്ക്. അതിനുവേണ്ടി റോൾഡ് ഓട്സ് ആണ് വേണ്ടത്. ഇതാണ് റോൾഡ് ഓട്സ്. നമുക്കിങ്ങനെ വാങ്ങാൻ കിട്ടും. ഇൻസ്റ്റൻറ്റ് ഓട്സിനേക്കാളും എന്തുകൊണ്ടും ഹെൽത്തി ആയിട്ടുള്ള ചോയ്സാണിത്. ഇത് തന്നെ ഉപയോഗിക്കുക ഇതിന് വേണ്ടിയിട്ട്. അപ്പം റോൾഡ് ഓട്സ് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തതാണ്. ഓയിലൊന്നും ചേർക്കാതെ ജസ്റ്റ് 5 മിനിറ്റിന് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം. പിന്നെ വേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ്. നമ്മളെ കയ്യിലുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഞാനിവിടെ കാഷ്യൂ എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, പിന്നെ നിലക്കടല. ഇത് മൂന്നും ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മെലൺ സീഡ്സ് ഉണ്ട്, ഇതും റോസ്റ്റ് ചെയ്തതാണ്. ഇത് ഡേറ്റ്സ്, കിസ്മിസ്, പിന്നെ ഫിഗ്സ്, പിന്നെ കുറച്ച് ക്രാൻബെറിയും കൂടി ഉണ്ട്, ഡ്രൈഡ് ക്രാൻബെറി. നമ്മളെ കയ്യിലുള്ളത് എന്താണോ അത് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഇത് ഓൾറെഡി റോസ്റ്റഡ് ആയിട്ടുള്ള ഫ്ലാക്സീഡ്സ് ആണ്. ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതാണ്. അപ്പോൾ ഏറ്റവും നല്ലൊരു ചോയ്സാണ് ഇതും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. നമ്മളിപ്പം കണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്ത കാരണം ചെറുതായിട്ട് ക്രഞ്ചി ആയിരിക്കും, അപ്പോൾ കഴിക്കാനും നല്ലതായിരിക്കും. ഇത് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഡേറ്റ്സ് ആണ്. ഡേറ്റ്സ് ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഡ്രൈ ആയിട്ടുള്ളത് എടുക്കുക. സോഫ്റ്റ് ആണെങ്കിൽ നമ്മൾ പിന്നെ അത് സ്മൂതിയിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അത്ര അങ്ങോട്ട് നന്നാവില്ല. മെലൺ സീഡ്സ്, ഇത് റേസിൻസും ക്രാൻബെറിയും, ഫ്ലാക്സ് സീഡ്സ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാനെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ, നനവില്ലാത്ത ഒരു കണ്ടെയ്നറിൽ നമുക്കിത് സൂക്ഷിക്കാം. എത്ര നാൾ വേണമെങ്കിലും നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇത് ഞാനിതൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി. ഇത് ചെയ്യുമ്പം നമ്മൾ ഇൻസ്റ്റൻറ്റ് ഓട്സ് യൂസ് ചെയ്യരുത്, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും, അതായത് ഡ്രൈ ഫ്രൂട്ട്സും ഓട്സും നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തതിന് ശേഷം എടുക്കാം. പിന്നെ ഇതിൽ നമ്മുടെ മനോധർമ്മം അനുസരിച്ച് നമുക്ക് എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇൻഗ്രീഡിയൻസ് ആയിട്ട് അവൽ യൂസ് ചെയ്യാം, നിലക്കടല ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്, അത് കൂടുതൽ എടുക്കാം. പിന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുക്കാം. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇൻഗ്രീഡിയൻസിൽ മാറ്റങ്ങൾ വരുത്താം. ഇനി ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൽ ഒരു സ്മൂതി ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ടോപ്പിംഗ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ കോൺഫ്ലേക്സ് ഉപയോഗിക്കുന്നതിന് പകരം ഇത് ഉപയോഗിച്ചാൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും, നമുക്കിതിൽ എല്ലാ ന്യൂട്രിയൻസും ഇതിൽ കിട്ടും. ഞാനിവിടെ കുറച്ച് ലസ്സി പ്രിപ്പയർ ചെയ്തിട്ട് അതിലൊരു ടോപ്പിംഗ് ആയിട്ട് ഈ ഗ്രനോല യൂസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ നമുക്ക് സ്കൂളിൽ പോകുമ്പം കുട്ടികൾക്ക് കൊടുത്തു വിടാൻ വേണ്ടി നമുക്കിത് മാത്രം കൊടുത്തു വിടാം. അങ്ങനെ ഏറ്റവും നല്ല ഒരു എനർജി റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.